ഒരു ലോഡുണ്ട് അലക്കാന്. പെണ്ണുങ്ങളെ, നമ്മളൊക്കെ എത്ര നടുകൊടിഞ്ഞ് പണിയെടുത്താലും നമ്മളൊക്കെ ഭർത്താക്കന്മാർ അത് അംഗീകരിച്ച് തരികയില്ല. ഓലോടൊക്കെ ചോദിക്കാനുള്ള ഒരു 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പരി, നമ്മൾ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോണ്ടല്ലോ, നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പാടില്ല. ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുടച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇങ്ങനെയുള്ള സൗണ്ടും ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും ഇങ്ങനെ ഫീല് ചെയ്യല. നല്ലോണം ഫീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ തുടങ്ങാൻ പോകാണ്. തല ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ച് വെക്കുക, ഇടക്കിടക്ക് മൂക്ക് വലിച്ചു കയറ്റുക, കണ്ണ് തുടയ്ക്കുക. ഓക്കെ? രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മൂപ്പരുപ്പം വരും, ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. വേദി, ഇതെന്താ വരാത്ത? എത്ര നേരായി കാത്തിരിക്കുന്നു. വരുന്നുണ്ട്. നിങ്ങളാടേക്ക് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ കൊറേ ദിവസമായി നിങ്ങളോട് ഈ മറുപടി പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. രാവിലെ മുതൽ അന്ത്യാവുന്നത് വരെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊരു പണിയെടുത്താലും നിങ്ങൾക്ക് അതൊരു വിലയില്ലാലോ. വെച്ചും വെളുമ്പിയും തേച്ചും അലക്കിയും ഒക്കെ ബാക്കിയുള്ളവർ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് പണി ചെയ്താലും അതൊന്നും ഒരു ജോലിയല്ല. അതിനൊരു കണക്കുമില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ കടമയാണല്ലോ. കടമ അവിടത്തെ മൂട്. ഞാനൊരു കുഴിമന്തിക്ക് പറഞ്ഞ നിങ്ങൾ എന്തെന്നായിരുന്നു എന്നോട് പറഞ്ഞത്? നീ ഇവിടെ ഉണ്ടാക്കിക്കോ കുഴിമന്തി. നിങ്ങൾ കുഴിച്ച് വെച്ചിക്കോ ഇവിടെ കുഴിമന്തി ഉണ്ടാക്കാൻ കുഴി. ഞാനും പാലിക്ക് കൊണ്ടിട്ട് ഐറ്റിയിൽ ഞങ്ങൾ നിൽക്കുന്നത്. എന്നെ നൈറ്റീമ കയറി നിൽക്കുന്നു. ഓരോ ഭർത്താക്കന്മാർ അലക്കി കൊടുക്കുന്ന കണ്ടിട്ട് കൊതിയാവും.